എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും ദേവി കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 27 നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. അതിൽ തന്നെ ആദ്യമായി അശ്വതി നക്ഷത്രമാണ്. ബാങ്കുകളിൽ നിന്നും ധനലാഭം ഉണ്ടാകും. സർക്കാരിൽ നിന്നും അനുകൂലമായ തീരുമാനം ഉണ്ടാകും. ആരോഗ്യരംഗത്ത് പ്രത്യേകം ശ്രദ്ധ വേണം. അടുത്തത് ഭരണി നക്ഷത്രമാണ്. ജീവിത രീതിയിൽ മാറ്റങ്ങൾ വരും. ഗൗരവതരമായ വിഷയങ്ങളിൽ അലസത കാണിക്കരുത്. ഇഷ്ടജന സഹവാസം ഉണ്ടാകും. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. രേഖകളിലും മറ്റും ഒപ്പുവെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വ്യവഹാരങ്ങളിൽ വിജയം വരിക്കും. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. സ്വർണ്ണാഭരണത്തിൻ്റെയും പണത്തിൻ്റെയും നഷ്ടം വരാതെ സൂക്ഷിക്കണം. മുടങ്ങിക്കിടന്ന മംഗളകർമ്മങ്ങൾ നടക്കും. അടുത്തത് മകയിരം നക്ഷത്രമാണ്. ഭൂമിയുടെ ക്രയവിക്രയം നടക്കും. കുടുംബ പ്രശ്നങ്ങളിൽ പരിഹാരമുണ്ടാകും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. പൂർവിക ധനം ലഭിക്കും. ഇഷ്ടജനപ്രീതി ലഭിക്കും. ആരോഗ്യം, ആയുസ് എന്നിവയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തത് പുണർന്നം നക്ഷത്രമാണ്. ആഡംബര വസ്തുക്കൾ ലഭിക്കും. പോലീസ് വകുപ്പിൽ പ്രവർത്തിക്കുന്നവർക്ക് ദിനം അനുകൂലം. അടുത്തത് പൂയം നക്ഷത്രമാണ്. രോഗങ്ങളിൽ നിന്നും മോചനം ഉണ്ടാകും. യാത്രകൾ വഴി നേട്ടം ഉണ്ടാകും. ഇഷ്ടജനത്തെ കൊണ്ട് ഗുണവർദ്ധനവ് ഉണ്ടാകും. അടുത്തതായി ആയില്യം നക്ഷത്രമാണ്. ധന ഇടപാടിൽ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. ജീവിത വിജയത്തിന് അടിത്തറ ഉണ്ടാകും. സ്ഥാനത്ത് സ്ഥലം മാറ്റം ഉണ്ടാകും. അടുത്തത് മകം നക്ഷത്രമാണ്. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം. കർമ്മരംഗത്ത് മേൽക്കോയ്മ ഉണ്ടാകും. ബിസിനസ്സിൽ നേട്ടം കൈവരിക്കുവാൻ സാധിക്കും. അടുത്തത് പൂരം നക്ഷത്രമാണ്. ഗൃഹം, വാഹനം, സന്താനം എന്നിവ ലഭിക്കും. സാമ്പത്തിക ഇടപാടിൽ പ്രത്യേകമായ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. ആധാരങ്ങളിൽ ഒപ്പുവെക്കുമ്പോൾ സൂക്ഷ്മത പാലിക്കണം. ജലം, അഗ്നി, ലഹരി പദാർത്ഥങ്ങൾ എന്നിവയൊക്കെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. ലഹരി പദാർത്ഥങ്ങൾ കൂട്ടുകെട്ടുകൂടി കൂടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്തത് അത്തം നക്ഷത്രമാണ്. വിവാഹകാര്യത്തിൽ തീരുമാനമാകും. ധനം, സൽകീർത്തി, അഭിമാനക്ഷതം എന്നിവ സംഭവിക്കാം. പ്രയത്നത്തിന് ഫലക്കുറവും ഉണ്ടാകാം. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. ജോലി മാറ്റം സംഭവിക്കും. കലാകായിക രംഗത്തുള്ളവർക്ക് കാലം അനുകൂലം. ദുരിതങ്ങളിൽ നിന്നും മോചനം ഉണ്ടാകും. അടുത്തത് ചോതി നക്ഷത്രമാണ്. സന്താനത്തിൻ്റെ പഠനകാര്യത്തിലും പ്രേമബന്ധത്തിലും പ്രത്യേകം ശ്രദ്ധ വേണം. എല്ലാം ഉഴപ്പിപ്പോകുവാനുള്ള സാധ്യത കൂടുതലാണ്. ദേഹദുരിതമുണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. അടുത്തത് വിശാഖ നക്ഷത്രമാണ്. മാതാവിൻ്റെയും പിതാവിൻ്റെയും കാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധ വേണം. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും നിലനിൽക്കും. അടുത്തത് അനിഴം നക്ഷത്രമാണ്. സർവ്വലാഭ ഐശ്വര്യങ്ങളും സുഖാനുഭവങ്ങളും ലഭിക്കും. ഇഷ്ടജനങ്ങളിൽ നിന്നും സഹകരണം ലഭിക്കും. പ്രശസ്തരുമായി ഇടപഴകുവാൻ അവസരം ലഭിക്കും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. ആത്മീയ കാര്യങ്ങളിൽ പ്രത്യേകമായ താല്പര്യം വന്നുചേരും. സിനിമ, സീരിയൽ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ദിവസം അനുകൂലമാണ്. അടുത്തത് മൂലം നക്ഷത്രമാണ്. സന്തോഷകരമായ ദാമ്പത്യ ജീവിതമായിരിക്കും. നിങ്ങളുടെ പ്രവൃത്തി മൂലം ചില പ്രശ്നങ്ങൾ വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് പ്രായശ്ചിത്തം ചെയ്യണം എന്ന ചിന്താഗതിയും മനസ്സിൽ ഉടലെടുക്കും. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. വിവാഹകാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. പ്രണയ സാഫല്യമുണ്ടാകും. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കാര്യസാധ്യം ഉണ്ടാകും. അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. മനഃശാന്തിയില്ലായ്മ, ധനപരമായ പ്രതിസന്ധികൾ, വിഷമഘട്ടങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാകും. ഇത് തരണം ചെയ്യുവാൻ ദൈവികമായ കർമ്മങ്ങൾ ചെയ്യുന്നതായിരിക്കും ഉത്തമം. അടുത്തത് തിരുവോണം നക്ഷത്രമാണ്. ഇഷ്ടജനങ്ങൾ മൂലം ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. സ്ഥാനചലനമുണ്ടാകും. സഹോദരസ്ഥാനിയിൽ നിന്നും പ്രതികൂലമായ നടപടി ഉണ്ടാകും. അടുത്തത് അവിട്ടം നക്ഷത്രമാണ്. പരിഹരിക്കപ്പെടാതിരുന്ന പ്രശ്നങ്ങൾ ദൈവകൃപയാൽ പരിഹരിക്കപ്പെടും. തൊഴിൽ മാറ്റത്തിന് സാധ്യത കാണുന്നുണ്ട്. അടുത്തത് ചതയം നക്ഷത്രമാണ്. വാഗ്വാദങ്ങളിൽ പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. ശത്രുക്കളുമായുള്ള വിയോജിപ്പ് കുറയും. അടുത്തത് പൂരുരുട്ട നക്ഷത്രമാണ്. ഉയർന്ന സ്ഥാനലബ്ധി ഉണ്ടാകും. കുടുംബസൗഖ്യം വർദ്ധിക്കും. അഭിനയ സാധ്യത കാണുന്നുണ്ട്. പുരസ്കാരങ്ങൾ ലഭിക്കും. അടുത്ത ഉത്രട്ട നക്ഷത്രമാണ്. സാമ്പത്തികമായും തൊഴിൽപരമായും കാലം അനുകൂലമല്ല. ആരോഗ്യനിലയിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അവസാനമായി രേവതി നക്ഷത്രമാണ്. വാക്കുകളിൽ മിതത്വം പാലിക്കുവാൻ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. മാതൃതുല്യരായവരിൽ നിന്നും സഹായം ലഭിക്കുകയില്ല. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.